എൻ്റെ കയ്യിൻ്റെ ജസ്റ്റ് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച്, ചെറിയൊരു പൊട്ടലുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മുട്ടിൻ്റെ ഇവിടെ അതിനെ കാണിക്കാൻ പറ്റുന്നില്ല, അവിടെ ചെറിയൊരു റോട്ടുമ്പോൾ വരഞ്ഞുണ്ട്. അതുപോലെ മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ അവിടെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ നമ്മളെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കും നടക്കുക. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് ബീച്ചിൽ ഏകദേശം ഒരു മണിയാകുമ്പോൾ ഞാൻ കച്ചവടമൊക്കെ അവസാനിപ്പിച്ച് അൽഹംദുലില്ലാഹ് നല്ലൊരു കച്ചവടം ഉണ്ടായിരുന്നു. കച്ചവടമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് റീഫ്രഷ് ആയി വെള്ളമൊക്കെ കുടിച്ച് ജസ്റ്റ് ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. അവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ആ ബീച്ച് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള പാലത്തിൻ്റെ അവിടുന്ന് സ്വിഗ്ഗിയിൽ ഓടുന്ന ഒരു പയ്യൻ ഭയങ്കര റോങ് ആയിട്ട് ബൈക്കായിട്ട് വന്ന് ഞാൻ അവിടുന്ന് ബ്രേക്ക് ഇട്ട് ഓൺ അടിച്ച് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ പുതിയ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് എത്തുന്നതിനും തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞ് കുറച്ച് ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് ഇരുട്ടായിരുന്നു. അതിലൂടെ പാസ് ചെയ്ത ആൾക്ക് മനസ്സിലാവും. ആ സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി ഒരു ഇറക്കം വരുന്നുണ്ട് നമ്മളെ കോവൂർ എത്തുന്നതിനും. ആ ഇറക്കത്തിന് വെച്ചാൽ ഓപ്പോസിറ്റ് കോവൂരിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന് വരുന്ന റോഡുണ്ട്. ആ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു കാറാര്, ആ കാറിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു, ഒരു ക്രിക്കറ്റ് കളിക്കാരായിരുന്നു. ജസ്റ്റ് എങ്ങനെയായാലും ഇറക്കിറങ്ങി വരുന്ന റോഡിലാണ് ഞാൻ വരുന്നത്, കോളേജിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. പെട്ടെന്ന് ഞാനൊന്നാണ് ബ്രേക്ക് ഇട്ട് മീൻസ് ഞാൻ ആ വണ്ടിക്ക് തട്ടണ്ട. അവർ ഫുള്ളായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. ഒരു ഏകദേശം നമ്മൾ ആ ഒരു നൈറ്റ് ആയതുകൊണ്ട് ആ രാത്രിൻ്റെ ആ ഒരു വ്യൂ കിട്ടുമല്ലോ നമുക്ക് രാവിലെ വണ്ടി കയറുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ ബ്രേക്ക് ഇട്ട് ഞാൻ ഓട്ടോമാറ്റിക് ടൈമിൽ തെറിച്ച് വീണ്. ഞാൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ബാഗ് ഉണ്ട്, എൻ്റെ സാധനങ്ങളുണ്ട്. ഞാൻ നേരെ നമ്മൾ ഈ പന്തൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഡൈവ് ചെയ്യില്ല, അതേപോലെ ഡൈവ് ചെയ്താണ് എന്നെ ആരോ നിലത്ത് കടത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. അതിലുള്ള ഒരു ഡ്രൈവർ പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റില്ല ബ്രോ, എൻ്റെ വണ്ടിക്ക് ഇപ്പം ബ്രേക്ക് ഉണ്ടോ അതുണ്ടോ. ഞാൻ പറഞ്ഞു എങ്ങനെയായാലും നിങ്ങൾ അവിടെ നിന്ന് വരുന്ന, ഞാൻ ഇറങ്ങി വരുന്ന മെയിൻ റോട്ടുമ്പോഴാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയാലും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ നോക്കിയിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇനി ഒരു അനക്കം ഈ റോട്ടുമ്പോൾ കയറിയാൽ തന്നെ നമുക്ക് അതെന്താണ് പേടിപ്പെടുത്തും. നമ്മൾ ഒരു ഒഴിഞ്ഞ റോട്ടുമ്പോൾ ഒരു മീഡിയം സ്പീഡിലാണ് ഞാൻ വണ്ടി ഓട്ടി വരുന്നത്. ഏതായാലും സംഭവിച്ചു. എൻ്റെ കയ്യിൻ്റെ ജസ്റ്റ് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച്, ചെറിയൊരു പൊട്ടലുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ മുട്ടിൻ്റെ ഇവിടെ അതിനെ കാണിക്കാൻ പറ്റുന്നില്ല, അവിടെ ചെറിയൊരു റോട്ടുമ്പോൾ വരഞ്ഞുണ്ട്. അതുപോലെ മുട്ടിൻ്റെ കാൽമുട്ടിൻ്റെ അവിടെ ഉണ്ട്. ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെട്ടു. അവിടുന്ന് ഒരു 500 മീറ്റർ അപ്പുറത്താണ് കോളേജ്. അവിടെ നേരെ കോളേജിൽ പോയി എക്സ്റേ എടുക്കുന്നവരെ അവർ നമ്മളെ കൂടെ നിന്ന്. പിന്നെ ഞാൻ എൻ്റെ അളിയച്ചക്കന്മാരെ വിളിച്ച് അവർ വന്ന് TT അടിച്ച് ഗ്ലൂക്കോസ് കയറ്റി. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റർ ഇട്ടെന്നൊക്കെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. എൻ്റെ ഉള്ളിൽ കയറിയപ്പം പല രൂപത്തിൽ ആക്സിഡൻറ്റ് പറ്റിയ ആളുകളെ എനിക്ക് കെട്ടുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഓരോ രക്തത്തിൻ്റെ ഒക്കെ ഓരോ ഇറ്റി വീഴുന്നതും സമ്മതിക്കണം കേട്ടോ ഈ ഡോക്ടേഴ്സിനെ, അതുപോലെ തന്നെ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ ബിഗ് സല്യൂട്ട്. ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് കിട്ടുന്ന നൊന്ത്. ഏതായാലും കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. തലക്കൊന്നും പറ്റിയിട്ടില്ല, എന്തോ പഠിച്ചവൻ്റെ വലിയൊരു അപാരമായ തോഫിക്കൊണ്ട്. അപ്പോൾ ഏതായാലും കുറച്ച് ദിവസത്തിന് എനിക്ക് റെസ്റ്റ് വേണം, ഏതായാലും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സന്തോഷം. ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു ഇന്നലെ ബീച്ചിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോറി. അപ്പം ഇനി എൻ്റെ ബ്രദർ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ഞാനിത് സുഖമാവുന്നവരെ കുറച്ച് റെസ്റ്റിലായിരിക്കും. ചില സമയങ്ങളിൽ വലിയ എന്തെങ്കിലും അപകടങ്ങൾ വരുന്നതിന് മുമ്പ് ചെറിയ അപകടം നമുക്ക് തന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും. അതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ.